നമസ്കാരം. ശിവരാത്രി മഹാത്മ്യം പാർട്ട് 4. അപ്പോൾ ചണ്ഡാലികെ ഗൗതമമുനിക്ക് ചണ്ഡാലികയെ കൊണ്ടുപോകാൻ വന്ന ശിവകിങ്കരന്മാർ ആ ചണ്ഡാലികയെക്കുറിച്ചുള്ള കഥകളാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ജന്മം ദാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുകയോ ചെയ്യാത്തതിനാൽ ഇവൾ ദരിദ്രയായി തീർന്നു. എങ്കിലും ഇപ്പോൾ മംഗലസ്ഥാനം പ്രാപിക്കാൻ അർഹയായിരിക്കുന്നു. പണ്ട് അന്നദാനം നൽകാതിരുന്നതാണ് ഇവളുടെ ദാരിദ്ര്യത്തിനു കാരണം. പശുവിനെ കൊന്നതിനാൽ ഇവൾ ചണ്ഡാലിയായി തീർന്നു. ഈശ്വരകൽപ്പിതം ആർക്കും തന്നെ ലംഘിക്കാൻ കഴിയുകയില്ല. പണ്ട് സദാസമയവും മദ്യപാനം ചെയ്ത് നടന്നിരുന്നതിനാലാണ് കണ്ണുകാണാത്തവളായി പിറന്നത്. ജാരസംസർഗം മൂലം ഇവൾക്ക് ഭർത്താവും ഉണ്ടായില്ല. നിർലജ്ജം ജാരന്മാരെ ആലിംഗനം ചെയ്യുകയാൽ കുഷ്ഠരോഗവും ബാധിച്ചു. ബ്രാഹ്മണകുലത്തിൽ പിറന്നിട്ടും ശൂദ്രനെ ഭർത്താവാക്കിയതിനാൽ ദേഹമെങ്ങും അസഹനീയമായ വേദനയും ദുർഗന്ധവും ഉണ്ടായി. അഭിവന്ധ്യയായ ഇവൾ നിർലജ്ജം കള്ളുകുടിച്ച് മതിക്കിയാൽ ക്ഷയരോഗവും ബാധിച്ചു. കഴിഞ്ഞ ജന്മത്തിലെ ദുഷ്കർമ്മ ഫലം സകലരും ഈ ജന്മത്തിൽ അനുഭവിക്കണം. കാലകാലനായ മഹാദേവനെ സ്മരിച്ചാൽ എല്ലാവിധ പാപങ്ങളും രോഗങ്ങളും വിട്ടുമാറും. കഴിഞ്ഞ ജന്മം അവസാന കാലത്ത് ഇവൾ യമധർമ്മൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടപ്പോൾ സാമാജികന്മാർ ഇവളുടെ ദുഷ്കൃത്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. ബ്രാഹ്മണ വംശത്തിൽ ജനിച്ചവൾ മറ്റു ഹീനജാതിയോട് ചേർന്നതിനാൽ ഇവളെ നരകത്തിൽ പാർപ്പിക്കണമെന്ന അഭിപ്രായം ഉണ്ടായി. പശുക്കുട്ടിയെ കൊന്നത് മഹാപാപമാണെങ്കിലും ഇവൾ ശിവനാമം ഉച്ചരിച്ചു. അപ്പോൾ സകല പാപങ്ങളും ശമിക്കേണ്ടതാണ്. നിരാഹാരയായി ശിവരാത്രി വ്രതം ഉറക്കമൊഴിച്ചു. ഗോകർണത്തിൽ വന്ന കൂവളത്തിലകൊണ്ട് മംഗളകരനായ ശ്രീ പരമേശ്വരനെ യാദൃച്ഛികമായി പൂജിക്കയാൽ ഇവളെ ശിവലോകത്തെ എത്തിക്കാൻ വന്നതാണ് മുനേ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ശിവകിങ്കരന്മാർ അവരെ ചണ്ഡാലികയെയും കൊണ്ട് പോവുകയാണ്. ഇത്രയും പറഞ്ഞ ശേഷം ശിവകിങ്കരന്മാർ ചണ്ഡാലികയെ സുവർണ വിമാനത്തിൽ കയറ്റി. അപ്പോൾ അവൾ ദിവ്യ സ്ത്രീയായി പ്രശോഭിച്ചു. ശിവദൂതന്മാരും ആ നാരിയും വിമാനവും ശിവലോകത്തേക്ക് യാത്രയായി. അതെല്ലാം കണ്ട് അത്യാശ്ചര്യപ്പെട്ടു മടങ്ങി വരുമ്പോൾ താങ്കളെയും കണ്ടുമുട്ടി. ശിവനാമം ഉരുവിട്ടുകൊണ്ട് കൂവളത്തില കൊണ്ട് ആരാധിച്ചാൽ തീർച്ചയായും ശിവലോകത്തേക്ക് പ്രവേശനം ലഭിക്കും. അതുകൊണ്ട് താങ്കൾ ഗോകർണ ക്ഷേത്രത്തിലേക്ക് പോകുക. അങ്ങയുടെ കടുത്ത സങ്കടം മഹാദേവാനുഗ്രഹത്താൽ വിട്ടുമാറും. അങ്ങ് ശിവലോകത്ത് ചെന്നു ചേരുമെന്നതിന് ഒരു തർക്കവുമില്ല. അതുമൂലം ജന്മസാഫല്യം ലഭിക്കുകയും ചെയ്യും. ഗൗതമമുനിയുടെ സുദീർഘമായ ഉപദേശം കേട്ട് സന്തുഷ്ടനായ രാജാവ് വിനയാന്വിതനായി ചോദിച്ചു, മഹാമുനെ, ശിവസ്ഥാനം എങ്ങനെയുള്ളതാണ്? അതിൻ്റെ ലക്ഷണമെന്തെന്നറിയാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതേക്കുറിച്ച് അങ്ങ് വിവരിച്ചു തരണം. അപ്പോൾ ഗൗതമമുനി ഇപ്രകാരം പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ ആഗ്രഹം നല്ലതുതന്നെ. ബ്രഹ്മലോകം മുതലായ സ്ഥാനങ്ങളിൽ പോലും കിട്ടാത്ത ശാന്തിയും സമാധാനവും സൗഖ്യവും ശിവലോകത്ത് ലഭിക്കും. അവിടം എല്ലായ്പ്പോഴും പ്രകാശമാനമായിരിക്കും. എല്ലാ കാലത്തും മംഗളകരവും യാതൊരല്ലലും ഇല്ലാത്തതും അത്യന്തം പവിത്രവും ത്രിഗുണങ്ങളെ ലയിച്ചു നിൽക്കുന്നതും ഒരിക്കലും നാശമില്ലാത്തതുമാണ്. കാമം, ക്രോധം, മോഹം, തൃഷ്ണ, ലോഭം, താമസം, അനാവശ്യ കാഴ്ച, മതം, മാത്സര്യം, രാഗം, ദ്വേഷം, അഹങ്കാരം, അസൂയ, സുഖാസക്തി, ഹിംസ ഈ വക ദുർഗുണങ്ങൾ വിട്ടകന്ന് ആ വക ശത്രുക്കളെ ജയിച്ച് മോക്ഷഹേതുക്കളായ ശമം, ദമം, സന്തോഷം, വിവേകം, ശാന്തി, ഈശ്വരഭക്തി, ഈശ്വരവിശ്വാസം, ക്ഷമ, ദയ, പവിത്രത, സത്യം, സത്യസന്ധത, സത്സംഗം, ദീനജന കാരുണ്യം, ദുർജനവർജനം, സൽക്കർമ്മങ്ങളിൽ തൽപരത,
ഈ വക ഗുണങ്ങൾ കൈവന്നവർക്ക് ആ ശ്രേഷ്ഠ സ്ഥാനമായ ശിവലോകത്ത് വന്നു ചേരുവാൻ സാധിക്കും. ഇന്ദ്രിയങ്ങളെല്ലാം ജയിച്ചടക്കി തന്നിൽ തൃപ്തനായി ഇന്ദ്രലോകം പോലും വേണ്ടെന്നു നനച്ച് ശരീരം, മനസ്സ് ഇവയിലുള്ള അബദ്ധധാരണ നീക്കി ഈ ലോകസുഖങ്ങളിൽ വൈരാഗ്യം വന്ന് ബുദ്ധി വിളങ്ങുന്ന വെള്ളി രൂപം പോലെ ഈ പ്രപഞ്ചം സത്യമല്ലെന്നും നിത്യമായത് പരമാത്മാവാണെന്നും ഹൃദയത്തിൽ ദൃഢമായി ഉറപ്പിച്ച് ചാഞ്ചല്യമേതുമില്ലാതെ തപസ്സനുഷ്ഠിക്കുന്ന മഹാത്മാക്കൾ ധ്യാനിക്കുന്ന ഏതവസരത്തിലും മനസ്സിൽ തെളിയുന്നത് ശ്രീ ശങ്കരൻ്റെ ശ്രേഷ്ഠമായ ലോകമാണ്. യാതൊരു ദുഃഖത്തിനും ഇടയില്ലാത്ത ലോകമാണ് വാമദേവൻ്റെ ലോകം. ഗണപതി, വീരഭദ്രൻ, സുബ്രഹ്മണ്യൻ, ലോകപാലകൻ, നന്ദികേശൻ, ശൃംഗി, ഭൃംഗിരടി, വാസുകി, തക്ഷകൻ, ഋഷഭൻ, ശാസ്താവ്, പാർവതീദേവി, ഗംഗ, ചന്ദ്രൻ, മാൻകിടാവ്, ശൂലം, കടാരം, തുമ്പമാല, പലതരം മാലകൾ, പുലിത്തോൽ, ഭസ്മം, എല്ലുമാല, കൂളത്തിലമാല, രുദ്രാക്ഷം, ഡങ്കം, ഉടുക്ക്, കോടീരം, തോട്ടി, പാശം, സർപ്പമാല ഈ വകയെല്ലാം ഏതൊരു ദിക്കിലാണോ സദാകാലവും കാണുന്നത് അതാണ് മനോമോഹനമായ ആനത്തോലുടയാടയാക്കിയ വാമദേവൻ്റെ സ്ഥാനം. സൂര്യവംശജാതനായ മഹാരാജാവേ, അങ്ങ് സന്തോഷത്തോടെ എന്നു തന്നെ ഗോകർണ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. കൂവളത്തില കൊണ്ട് ജഗദീശ്വരനായ ശ്രീ പരമേശ്വരനെ ആരാധിക്കുക. ശിവനാമങ്ങൾ കീർത്തിച്ചുകൊണ്ട് ഭക്ത്യാദരങ്ങളോടെ കഴിയുക. എന്നാൽ തീർച്ചയായും പരബ്രഹ്മത്തിൽ ലയിച്ച് പരമാനന്ദം പ്രാപിക്കുക തന്നെ ചെയ്യും. ഇത്രയും പറഞ്ഞ് ഗൗതമ മഹർഷി യാത്രയായി. മിത്രസിംഹ രാജാവ് ഗോകർണത്ത് എത്തിച്ചേർന്നു. അദ്ദേഹത്തെ പിന്തുടർന്നിരുന്ന ബ്രഹ്മഹത്യാ പിശാചികയും വിട്ടുമാറി. ദിവസവും സ്നാനം ചെയ്ത് ഭക്തിപൂർവം ശങ്കരാരാധന നടത്തി പ്രസാദം വാങ്ങി രാജാവ് പരബ്രഹ്മത്തിൽ ലയിച്ചു സന്തുഷ്ടനായി. ഈ കഥ പറയുന്നത് കേൾക്കുകയോ ചെയ്താലും ശിവസ്തുതി ചെയ്താലും സകല ദുഃഖങ്ങളും നീങ്ങി മോക്ഷം പ്രാപിക്കും. ശ്രീ നീലകണ്ഠൻ്റെ അനുഗ്രഹമുണ്ടാവുകയും തന്നിമിത്തം വേണ്ടത്ര സമ്പത്തു ലഭിക്കുകയും യാതൊരുവിധ ദുഃഖങ്ങളും ഉണ്ടാവുകയുമില്ല. മഹാത്മാക്കളായ മഹർഷിമാർ പറഞ്ഞത് ശിവരാത്രി മഹാവ്രതം ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന്. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് വിധിയാവണ്ണം മഹാദേവനെ പ്രദക്ഷിണം ചെയ്തു കീർത്തിക്കുകയും സ്തുതിക്കുകയും അർച്ചന, ജപം, തർപ്പണം, ഹോമം ഇവയൊക്കെ അനുഷ്ഠിക്കുകയും ചെയ്താൽ അവനവന് കഴിവുള്ളതുപോലെ ദാനം ചെയ്യുകയും ചെയ്താൽ കളങ്കരഹിതമായ ബ്രഹ്മപദം പ്രാപിച്ച് സർവ്വവിധമായ ഐശ്വര്യവും ഉണ്ടാകും. സർവം ശുഭം. ഓം നമഃ ശിവായ.